വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ഇപ്പം ഇവിടെ അടിപൊളിയായിട്ടിരിക്കണു. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നേ. കാരണം ഇന്ന് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഒരു എസിഡിക് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വയറിനൊക്കെ ഒരു ഗുളുഗുളു ശബ്ദവും ചെറിയ രീതിയിൽ നെഞ്ഞത്തൊരു കനുവൊക്കെ പോലെ. പിന്നെ ഞാൻ മെഡിസിൻ ഒന്നും കഴിച്ചില്ല, ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് കുറച്ച് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പെയിൻ ഉള്ളത് പോലെ. എനിക്ക് നോർമലി ഇങ്ങനെ ഓവുലേഷൻ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അസിഡിക് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ കിടന്നത്. പക്ഷെ രാവിലെ എണീറ്റ് നമുക്ക് നെഞ്ഞുവേദനയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് വരിക. നമ്മൾ പല ന്യൂസും കാര്യങ്ങളൊക്കെ വായിക്കുന്നതല്ലേ. പിന്നെ ചെറുതായിട്ട് കണ്ണിൽ ഇങ്ങനെ ഇരുട്ട് കയറുന്ന പോലെയൊക്കെ. എല്ലാ സിംറ്റംസും അസിഡിറ്റിയുടെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ടെൻഷൻ വരില്ലേ, മനുഷ്യനല്ലേ പിള്ളേ. അപ്പം ഞാൻ സജിമാമേനെയും വിളിച്ച്, അച്ഛൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ, അച്ഛൻ തിരൂര് പോയിരിക്കുകയായിരുന്നു. വിഷ്ണു ഇല്ല ഇവിടെ, വിഷ്ണു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം അമ്മേനെയും കൂട്ടി സജിമാമേനെയും വിളിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഒബ്സർവേഷനിൽ ഇരുന്ന് ECG എടുത്ത് എക്കോ എടുത്ത് എല്ലാ കാര്യങ്ങളും കൺഫേം ചെയ്തു. അപ്പോൾ ഞാൻ അസിഡിറ്റിയുടെ മെഡിസിൻ കഴിച്ചത് കാരണം പ്രശ്നം തീരും ചെയ്തു. പക്ഷേ ആകമൊത്തം കുറച്ചൊരു ടെൻഷൻ അടിച്ച ഒരു ദിവസമായിരുന്നു. ആർക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും ഉറപ്പായിരുന്നു അസിഡിറ്റി ആണെന്നുള്ളത്. പക്ഷെ ഞാൻ കുറച്ച് പേടിച്ചുപോയി. എനിക്ക് പ്രത്യേകിച്ച് എന്താണെന്നറിയോ, എനിക്ക് ആ 2020 എനിക്കൊരു ഡിപ്രഷൻ്റെ പോലത്തെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡിപ്രഷൻ്റെ പോലത്തെ അല്ല, ഡയഗ്നോസ് ചെയ്തായിരുന്നു ഡിപ്രഷനാണ് എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് ഹോസ്പിറ്റൽ എൻവിറോൺമെൻറ്റ്സും ഒക്കെ ഭയങ്കര ആങ്സൈറ്റി ലെവൽ കൂട്ടുന്ന പോലത്തെ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം എപ്പോഴൊക്കെ നെതർലാൻഡ്സിൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ഹിസ്റ്ററി ഉള്ളത് കാരണം വിഷ്ണുവിന് ഏത് സ്ഥലത്തും എൻ്റെ ഒപ്പം വരാട്ടോ. അപ്പോൾ ഇവിടെ ICUലൊന്നും ഫസ്റ്റ് ഇങ്ങനെ ECG ഒബ്സർവ് ചെയ്യേണ്ട സമയത്ത് അമ്മേനൊന്നും കയറ്റുമായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ സറൗണ്ടിങ്ങും എല്ലാം എനിക്ക് ഭയങ്കര പാനിക്കായി. ഒരു കാര്യം ഉണ്ടായിട്ടല്ല, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ഒരു പേടി. അന്ന് ഹോസ്പിറ്റലൊക്കെ ഭയങ്കര, നമ്മൾ പോകാൻ പാടില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ ടെൻഷൻ കാരണം തോന്നുന്നു എനിക്ക് ഇപ്പോഴും ഹോസ്പിറ്റൽ എൻവിറോൺമെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ BP ഒക്കെ കൂട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് കയറി ഇറങ്ങിയിട്ടുള്ള ഒരു രാവിലെ ആയിരുന്നു. ദൈവാനുഗ്രഹം കാരണം ജിമ്മിൽ പോവാ? എവിടെ പോവാ? ഓ അംബിക ചേച്ചി കേട്ടോ, ഇവിടെ മേമയുടെ അവിടെ ഹെൽപ്പിന് വരുന്ന ചേച്ചിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ദൈവാനുഗ്രഹം കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നോർമലായിട്ടുള്ള അസിഡിക് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. എല്ലാ ടെസ്റ്റും ചെയ്തു, എക്കോ TMT എല്ലാം. എനിക്കാണെങ്കിൽ കയറി കഴിഞ്ഞ് എല്ലാം ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റും എടുത്തു. വലിയ ഇഷ്യൂസ് ഒന്നും ഒന്നിലുമില്ല. ഇപ്പം എൻ്റെ ഇഷ്യൂസൊക്കെ കംപ്ലീറ്റ് മാറും ചെയ്തു. പക്ഷെ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രാവിലെ ആയിപ്പോയി. ഞാൻ ഭയങ്കരമായി ടെൻഷൻ അടിച്ചു. എൻ്റെ കിളി പോയി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു. എണീറ്റു, ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചു, ഒന്ന് വരുത്തി, ഡ്രസ്സ് ഇട്ടു, ഇറങ്ങിപ്പോയി. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. യുവീനെ ഒന്ന് രാവിലെ എടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് യുവീനെ എടുക്കട്ടെ. ഒപ്പം എനിക്കിപ്പോൾ പ്രശ്നമൊന്നും വന്നില്ല എന്നുള്ള ദൈവാനുഗ്രഹം. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കോളും എന്ന് വിചാരിച്ച് ഒരിക്കലും വീട്ടിലിരിക്കരുത് കേട്ടോ. പോയിട്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമല്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കണം. ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് കാര്യം കണ്ടുപിടിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മുടെ ഇപ്പോഴത്തെ മെഡിക്കൽ സിസ്റ്റം ഉള്ളൂ. അപ്പോൾ ആരും അതിന് ഒരു മടി കാണിക്കുകയോ ഇപ്പം ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുഖം അത്യാവശ്യം കിളി പോയതുപോലെയും ടയർഡായതുപോലെയും ഇരിക്കുന്നത് എണീറ്റ് ഉടനെ പോയതുകൊണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇനി എണീറ്റ് ഒന്നും കൂടെ ഒന്ന് പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യുവീനെ ഒന്നെടുത്ത് കൊഞ്ചിപ്പിക്കട്ടെ. പാവൽ എൻ്റെ കുട്ടി ഒരു 2-2.5 മണിക്കൂറായി എന്നെ കാണാതിരിക്കുന്നു. അപ്പോൾ അയ്യോ പറയാൻ മറന്നു. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. ഉമ്പാമ്പി രാവിലെ നീ എന്നെ കണ്ടിട്ടേ ഇല്ല. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അപ്പൊ വരുന്നതിന്റെ കഴിച്ചിട്ടൊക്കെ വന്ന് വരാട്ടോ. അമ്മ ഡ്രസ്സ് മാറ്റിയിട്ട് വരാട്ടോ. അമ്മ കൈ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഒരു 5 minutes ട്ടോ. ഞാൻ കുറച്ചു നേരം ആ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നല്ലോ, ECG എടുക്കാനും അതേപോലെ എക്കോ ചെയ്യാനും TMT ചെയ്യാനും ഒക്കെ. ആ ഒരു മൊമെന്റിൽ അവിടെ ഒരുപാട് പേഷ്യൻസും അവരുടെ ഒപ്പം വന്ന ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കില്ലേ. ഭയങ്കര ടഫായിട്ടുള്ളൊരു സീനായിരുന്നു ഇന്ന് രാവിലെ കാണാൻ വേണ്ടിയിട്ട്. ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ അത്ര ഹാപ്പി കാര്യങ്ങളല്ലല്ലോ ഉണ്ടായിരിക്കുക. ഹാപ്പി എന്നല്ല, അങ്ങനത്തെ കാര്യങ്ങളേ ആയിരിക്കില്ല ഉണ്ടായിരിക്കുക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, വിഷമം തോന്നി.
അവിടെ ഇരുന്നപ്പോൾ എല്ലാം കൂടെ മൈൻഡ് ഭയങ്കര ഹെവി ആയിരുന്നു ഇന്ന് രാവിലെ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വിഷ്ണു എത്തിയിട്ടുണ്ട് കേട്ടോ. വിഷ്ണു കോഴിക്കോടായിരുന്നേ. ഒരു 3 ദിവസം മുന്നേ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ സ്കെഡ്യൂളിൽ ഞാൻ പറയാറില്ലേ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ 2 വീട്ടിലും ഈക്വലായിട്ട് നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരു 3 ആഴ്ച എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ 2 വീട്ടിലും ഈക്വലായിട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാനും യുവിയും കോഴിക്കോട് വേണ്ട സമയമായിരുന്നു ഇത്. പക്ഷെ വിഷ്ണുവിന് ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വിഷ്ണുവിന് ഭയങ്കര ഫോക്കസ് വേണം എന്നൊക്കെ പറഞ്ഞ് എന്നോടും യുവിനോടും വരണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അത്ര ഫോക്കസ് കളയുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു പോയി. ഇന്ന് രാവിലെ ജോലിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വിഷ്ണു തിരിച്ചെത്തിയിട്ടുണ്ട്. വർക്കില്ലേ ഇവിടെ വരുമ്പോൾ നമുക്ക് അവിടെ ഉള്ളതുപോലെ ഫുള്ളി ഇൻവോൾവ് ആവാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ടൈമിങ് ഡിഫറൻസ് ഉണ്ട്. അപ്പം അതെല്ലാം കാരണം വിഷ്ണു ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ വിഷ്ണുവിന് അത്ര അങ്ങോട്ട് അപ് ഫ്രണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കല്യാണം ഉള്ളത് കാരണമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പോകേണ്ട സമയം കഴിഞ്ഞു. ടിക്കറ്റ് ഏത് നിമിഷം എടുക്കും പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ദിവസം വിഷ്ണുവിന് ഫോക്കസ് ചെയ്ത് 2 അല്ല 3 ദിവസം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയായിരുന്നു. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് യുവീനെ എടുക്കട്ടെ കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈം എടുത്തതായിരുന്നേ. മൊത്തത്തിൽ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. ആകെ മൊത്തം രാവിലെ വലിയ സുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് യുവയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആകെ ഒരു ഹെവി മൈൻഡായിരുന്നു. ഇപ്പം ഇങ്ങനെ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് യുവയുടെ അടുത്തേക്ക് പോവാം. രാവിലെ എണീറ്റുടനെ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിഷ്ണു കോഴിക്കോട് നിന്ന് നിപ്പിന് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ വിഷ്ണുവിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇൻഫർമേഷൻ മുഴുവൻ പാസ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ ഡോക്ടർ ചെക്ക് ചെയ്യാനെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ മൊബൈൽ ഞാൻ പുറത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അമ്മേനെ വിളിച്ചിട്ട് വിഷ്ണുവിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ സ്ഥലത്തില്ല. എല്ലാം കൂടെ വിഷ്ണു കുറച്ച് പാനിക് ആയതിന്റെ ഒരു വിഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. ഒരിക്കലും ബ്രോക്കൺ ഇൻഫർമേഷൻ അവൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനും എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു. വിഷ്ണു പാനിക്കായി. അപ്പോൾ അത് ചെയ്യരുത് എന്നുള്ള ഉപദേശം കൂടിയായിട്ടോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു ഒന്ന് രാവിലെ തന്റെ പ്രകടനം കണ്ട് ഓടിക്കതച്ച് എത്തിയതാണ്. ഞാൻ പറയായിരുന്നു ഞാൻ ഇങ്ങനെ അല്ലാതെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി ഈവനിങ് എൻ്റെ +2-ലൊപ്പം പഠിച്ച എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം എനിക്കൊരു ചെറിയ ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിച്ചു. ഞാൻ വിചാരിച്ച പോലെയല്ല ദിവസം. പലർക്കും ഇന്ന് ഈവനിങ് ആയിരുന്നു. കുറച്ച് ആൾക്കാർ കേട്ടോ. എൻ്റെ +2 കാലഘട്ടം വളരെ അടിപൊളിയായിട്ടുള്ളൊരു സമയമായിരുന്നു. എൻ്റെ സ്കൂൾ ലൈഫ് മൊത്തത്തിൽ 10th വരെ അടിപൊളിയായിരുന്നു. +1 +2 ഭയങ്കര കിടിലമായിരുന്നു. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഫോർ സം റീസൺ എനിക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ കോണ്ടാക്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. മേ ബി കോളേജിൽ പോയി അവിടെ ഒരു ലൈഫ് കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ മൊത്തം ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടോ എനിക്കറിയില്ല. എന്തൊക്കെയോ റീസൺസ് കാരണം അവിടുത്തെ നല്ല നല്ല സൗഹൃദങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എൻ്റെ തെറ്റായിരുന്നു. ആകെ എൻ്റെ ഒപ്പം സ്കൂളിൽ, അതായത് +1 +2 എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതിൽ എൻ്റെ ഒപ്പം ഉള്ളത് ചട്ടുവാണ്. ചട്ടുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ചട്ടു കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ കാലഘട്ടത്തിലും അവിടെ ഉണ്ട്. ബാക്കി കുറെ ആൾക്കാരായിട്ട് റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിയത്. പക്ഷെ 3 ഇയേഴ്സ് ഫോർ സം റീസൺ നല്ല ആൾക്കാരായിരുന്നു എല്ലാവരും. പക്ഷെ അത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പൊ ഇന്ന് എത്ര തിരക്കാണെങ്കിലും സമയമില്ലെങ്കിലും നമുക്ക് അമ്മയോടൊപ്പം +2-ൽ പഠിച്ച ചേട്ടന്മാരെയും ചേച്ചിമാരെയും പോയി കാണുന്നത് നമ്മൾ വിചാരിച്ച ദൂഷാണെന്ന്. പക്ഷെ ഇന്ന് അവർക്ക് എത്താൻ ലേറ്റ് ആയത് കാരണം മാറ്റി വെച്ചു, നാളത്തേക്ക് മാറി. അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഇങ്ങനെ എൻ്റെ ഒരു ഹാപ്പിനെസ് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എന്തായാലും വിചാരിച്ചൊരു ദിവസമല്ലേ നമുക്ക് വീഡിയോ എടുത്ത് മുന്നിൽ കൊണ്ടുപോകാം അല്ലേ? എന്താ യോഷി ഇത്? വിഷ്ണുവിന്റെ അമ്മയുടെ കുർത്തയാണ് കേട്ടോ. നല്ലൊരു കുർത്ത അലമാര കണ്ടപ്പോൾ ഞാൻ അടിച്ചു മാറ്റി തന്നെ തിരിച്ചു കൊടുക്കാൻ പോകുള്ള. കഴിച്ചോ എന്തേലും? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കട്ടെ എന്തേലും. ഒരു മിനിറ്റ്, ക്യാമറ ഓഫ് ചെയ്തപ്പോഴേ ഒരാൾക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ യോഷി, എന്തൊക്കെയാണെന്നുള്ളത്? ചെറിയുടെ കല്യാണമാണെന്ന് പറയൂ. അപർണയെ എന്ത് വിളിക്കണം എന്നുള്ളത് തീരുമാനിച്ച് നമ്മുടെ കമന്റ് സെക്ഷനിൽ നിന്ന് കിട്ടിയൊരു സജഷൻ ആയിരുന്നു കേട്ടോ. ചെറിയമ്മ എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് ചെറിയെന്ന് വിളിക്കാണ്. അപ്പൊ ചെറിയുടെ കല്യാണമാണ്. പിന്നെ ഓണമാണ്. പുരികൊക്കെ ഒന്ന് എഴുതിയ കൊള്ളാന്നുണ്ട്. എല്ലാ സാധനവും വേണം, എല്ലായിടത്തും എത്തും വേണം. വീട്ടിൽ നടക്കുന്ന ഈച്ച് പറക്കുന്ന കാര്യം പോലും നമുക്ക് അറിയും വേണം. ലുക്കായോ? ലുക്കായോ? ആ അപ്പാപ്പ പറയൂ. അപ്പാപ്പ തരൂ രുചിക്ക് ചോദിക്കൂ. നല്ല ടേസ്റ്റി അപ്പാപ്പ ഉണ്ടോ ചോദിക്കൂ. ഹലോ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങള്. ഹലോ ഹലോ. ഇപ്പൊ നമ്മൾ ഒളിക്കും കാണും അങ്ങനത്തെ ബേസിക് കളികളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹലോ യൂഷിയാണോ? ഹലോ.
ഫോൺ അങ്ങോട്ട് തരാൻ. ഓരോ ആളുകളും അവരുടെ ഓരോരോ സിറ്റുവേഷൻ ഓരോ പോലെ ആയിരിക്കുമല്ലോ ഫേസ് ചെയ്യുക. എനിക്കിത് എങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞറിയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ പോലത്തെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും. ഈ സ്ട്രെസ്സ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ചെറിയ ടെൻഷൻ വരുന്ന സമയത്തൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ക്ലീനിങ് ആണ്. അതൊരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ നല്ല സംതൃപ്തി അടങ്ങും ആ ഒരു പരിപാടി തീരുമ്പോഴേക്ക്. ഇതിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി പെൻഡിങ് ആയി വെച്ചിരുന്ന 1-2 ക്ലീനിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില പോയിന്റിൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുമല്ലോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. നിരുത്സാഹപ്പെടുത്തുന്ന വേറൊന്നുമല്ല, ഇപ്പം എല്ലാവർക്കും കൂടെ ഒരേ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ചെറിയ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടതില്ലേ? അതെല്ലാ അമ്മമാർക്കും ഉള്ള സാധാരണ പോലത്തെ ഒരു മടി. യൂഷിക്ക് ഇങ്ങനെ ആര് കഴിക്കുമ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ കമ്പനി കൊടുക്കാൻ ഇഷ്ടമാണ്. ഞാനോ അമ്മയോ അച്ഛനോ വിഷ്ണു ആര് കഴിക്കുകയാണെങ്കിലും ചെറുതായി കമ്പനി വന്ന സൈഡിൽ ഇങ്ങനെ ഇരിക്കും. ഇത് അത് രണ്ടും നമ്മൾ ഇന്നലെ യൂഷിക്ക് പുറത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുള്ള 2 ടോയ്സ് ആണ്. അവനുണ്ടല്ലോ, ആദ്യം നമ്മൾ ഇന്നലെ വളാഞ്ചേരി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വിഷ്ണു എന്നോട് പറയണ കിട്ടിയോ കേക്കൂ. അപ്പൊ ആദ്യം 3 കടകളിൽ ഇങ്ങനെ സൽവാറിന്റെ 3 ഷോപ്പിലാണ് പോയത്. അപ്പോൾ അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ടോയ്സിന്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചാടി മറിഞ്ഞ് പിടിച്ചു വലിക്കാനും എടുക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നിലത്തിറങ്ങണം. പക്ഷെ അവർക്ക് എങ്ങനെ മനസ്സിലാവുന്നു അല്ലേ? ഇതിലും ഭേദം ഞാനൊരു ചുമരിൻ്റെ അടുത്ത് പറയായിരുന്നു. താങ്ക് യു, നല്ല റെസ്പോൺസ്. ഇനി അടുത്ത പ്രവർത്തിയിലോട്ട് കിടക്കാം. യുവി ഇത് എവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് എൻ്റെ കീൻവ ഉണ്ടാക്കട്ടെ. സമയം 2 മണി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേ ഒരു 11:30-12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ കീൻവ ഉണ്ടാക്കട്ടെ. അമ്മ എനിക്ക് എൻ്റെ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കി തരില്ല എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ കീൻവ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കണം കുറച്ചൊന്ന് നന്നായിട്ട് ചെയ്യണമെന്നുള്ളത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് റീസൺ ഉണ്ടായിട്ടൊന്നുമല്ല, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളുടെ മുഴുവൻ മോട്ടറായാലും ഇങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോട്ടറിന് സ്റ്റാർട്ടാക്കി എടുത്തിട്ട് നമ്മൾ ഇന്ന് രാവിലെയാണ് താൻ വരുന്ന അറിഞ്ഞത്. ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. ഞാൻ വേറെ ഇന്നാ വിധു വരുന്നല്ലേ? രാവിലെ യോഗ വന്നപ്പം ചിക്കൻ വാങ്ങിച്ചിട്ടാ വന്നത് അല്ലെ? യോഗ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നപ്പോ നീ കഴിച്ചിട്ട് പോയി ശരി കഴിച്ചിട്ട് പോകുന്നു. എനിക്ക് ഡേറ്റ്സിന്റെ കാര്യം ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. ബിരിയാണിയാണോ തനിക്ക് പ്രശ്നം? ഇത് രാവിലെ കേട്ടപ്പോഴേ എനിക്കറിയാം ഗ്യാസാണ്. എനിക്ക് ഈ മറ്റേ മെഡിക്കൽ ആൻസൈറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എനിക്ക് ശരിക്കും നെഞ്ഞുവേദന വന്നായിരുന്നു. പക്ഷെ ഇത്രയും വലിയ നെഞ്ഞുവേദന എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്കിപ്പോ ഡേറ്റ്സിന്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. ആക്ച്വലി എന്റെ ഫീൽഡിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫീൽഡ്, എന്റെ ഫീൽഡ് എന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പൊ. എനിക്ക് കൂടുതൽ ഞാൻ നാട്ടിലുള്ള സമയത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോ ഇന്ന് മുതൽ ഞാൻ പറഞ്ഞില്ലേ 15-ാം തീയതി വരെ ഞാൻ ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ എനിക്ക് വിധു വരും എന്നുള്ളതൊക്കെ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുമ്പോഴാണ് ഇന്നാണ് വിധു വരുന്ന ദിവസം എന്നുള്ളത് ഞാൻ അറിയുന്നത്. ഞാൻ നാളെ വീണ്ടും ഒന്ന് എറണാകുളം പോവാണ്. എനിക്ക് അവിടെ എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു 2-3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. വിഷ്ണു എന്റെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ജോലി എവിടെ എത്തില്ല എന്ന് വിഷ്ണു മനസ്സിലാക്കി വിഷ്ണു ബാക്കൗട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് എറണാകുളം പോകാനാണ് എളുപ്പം. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് പോയിട്ട് വരും. യുവിനെ വിഷ്ണു കോഴിക്കോട് കൊണ്ടുപോയിരിക്കുമല്ലോ, വിധു ആഘോഷമൊക്കെ ഉള്ളത് കാരണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തീരുമാനിച്ചില്ല. എനിക്ക് 2 ദിവസത്തെ പരിപാടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ജോലിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കണമല്ലോ. അച്ഛൻ ഇവിടെ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം റിട്ടയർമെന്റിന്റെ എന്താ സംഘടന അങ്ങോട്ട് ബലം പ്രാപിച്ചതെന്ന്. ഇപ്പൊ അവരുടെ കലോത്സവം സ്പോർട്സ് ഒക്കെയാണ് അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം കേട്ടോ. കാരണം റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കലോത്സവം ഇപ്പൊ ജില്ലയിൽ കഴിഞ്ഞു. ഇനിയിപ്പോ സ്റ്റേറ്റിലാണല്ലേ. വിഷ്ണു വെക്കുന്ന നാഷണൽ ഉണ്ടായിരിക്കും. അമ്മയ്ക്ക് നടന്നാൽ മതി. അമ്മയ്ക്ക് കലോത്സവത്തിനൊന്നും പോകണ്ട. അച്ഛനെ ഞാൻ പോക്കിയോണോ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഒക്കെ വീട്ടിൽ കാണുമായിരുന്നു. ഇപ്പൊ ഇവിടെ കാണുന്നേ ചെയ്യാറില്ല. എന്താണ് സ്റ്റേറ്റ്? ഞാൻ രാത്രി ഇങ്ങനെ കേൾക്കാറുണ്ട്, അച്ഛൻ വന്നത്രേ, രാവിലെ അച്ഛൻ പോയത്രേ എന്നൊക്കെ. അത്രേ ഉള്ളൂ.
ഇത് എവിടെയൊക്കെയാണ് നടക്കുന്നത്? ഫാൻ ഇടുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് കീൻവയുടെ കറക്റ്റ് വേവ് നമുക്ക് എങ്ങനെ മനസ്സിലാവുകയെന്നറിയോ? ഇതെടുത്തു കഴിഞ്ഞാൽ ഓരോരോ കീൻവേലും കണ്ടോ ഇങ്ങനെ എത്രത്തോളം കാണും, ഇങ്ങനെ ഒരു വട്ടം വട്ടം പോലത്തെ സാധനം കണ്ടോ? ആ വട്ടം പൊട്ടുന്നതാണ് കീൻവയുടെ വേവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതുവരെയാണ് ഞാൻ നോക്കാറ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെന്തിക്കണം. കുറച്ചും കൂടെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. ഒരു 15 മിനിറ്റിൻ്റെ അടുത്തൊക്കെയാണ് വേവ് വരാറ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. കീൻവ ഉണ്ട്, നല്ല അവിയലുണ്ട്, പിന്നെ സുർക്കയിലിട്ട് വെച്ച, നമ്മുടെ ഇവിടെ സുർക്ക എന്നോട്ട് പറയുക, വിനീഗറിലിട്ട് വെച്ച ചീനമുളകുണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമ്മളൊരു ഫുൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടില്ലേ, എനിക്ക് കൊളസ്ട്രോളിന്റെ ചെറിയ ബുദ്ധിമുട്ട് ഒരു 3-4 കൊല്ലം മുന്നേ എനിക്ക് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടും ഒക്കെ പിന്നെ എടുത്ത മൾട്ടിപ്പിൾ ടെസ്റ്റിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറയായിരുന്നു, അങ്ങനെ ഒരു കാര്യം ഉള്ള സ്ഥിതിക്ക് കാർബ്സ് നല്ലോണം കുറയ്ക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും എന്ന്. കാരണം ഈ നമ്മൾ എക്സസീവായിട്ട് കാർബ്സ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതേപോലെ ഞാൻ പറയട്ടോ, ഞാൻ കുറച്ച് വായിച്ചൊക്കെ കൂടെ ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തത് ആയിരിക്കില്ല ഇവിടെ പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയതായിരിക്കാം പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ എക്സസീവ് ആയിട്ടുള്ള കാർബ്സ് കഴിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഷുഗറോ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കൂടാനും ഇൻസുലിൻ ലെവൽ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു എനർജി നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ വരുന്ന എക്സസീവ് കാർബ്സ് നമ്മുടെ ലിവർ ഫാറ്റി ആസിഡ്സ് ആണോ അറിയില്ല, മറന്നുപോയി, പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് HDL ഇല്ലേ, ഗുഡ് കൊളസ്ട്രോള്, അത് കുറയാനും LDL ബാഡ് കൊളസ്ട്രോൾ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാർബ്സിന്റെ ക്വാണ്ടിറ്റിയും ഒരു വലിയ മാറ്ററാണ് നമുക്ക് കൊളസ്ട്രോൾ വരാൻ. ജസ്റ്റ് നമ്മൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നു, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഒരു റീസൺ. നമ്മൾ എക്സസീവായിട്ട് കാർബ്സ് കഴിച്ചാൽ അതിന്റെ ഇൻഫ്ലുവൻസിലും നമുക്ക് LDLയുടെ ലെവലൊക്കെ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കിന്ന് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഡോക്ടർ പറഞ്ഞതന്നെ ഞാൻ പറഞ്ഞതെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നെ കറക്റ്റ് ചെയ്യണം. അപ്പോഴാണ് റൈറ്റ് ഇൻഫർമേഷൻ നിങ്ങളുടേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെക്ക് എത്തുക. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് വായിച്ചു നോക്കി. അതിനൊക്കെ ശേഷം കുറച്ച് കാർബ്സ് കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്ത്. ഈ പുത്തനച്ചി പൊരപ്പുറ അടിക്കുന്നൊക്കെ പറയില്ല, അതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ മതിയായിരുന്നു. നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വിഭവങ്ങളും ചോറും ഒക്കെ കാണുമ്പോഴേ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പല ഇൻസ്റ്റിങ്ക്റ്റിൽ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ഇവിടെ വന്ന് സാധാരണ കഴിക്കുന്ന പോലെ അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ വരുമ്പോൾ. പക്ഷെ സ്റ്റിൽ കുറച്ചും കൂടെ ഒരു കമ്മിറ്റ്മെന്റ് അതിനായിട്ട് ആവശ്യമാണെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മൾ പറയില്ലേ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിനേക്കാളും എന്താണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം കാണിക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്കിഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്കൊരു പ്രഷറല്ല. അത് പ്രഷറായിട്ട് തോന്നുന്ന ആൾക്കാർ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, എനിക്കറിയില്ല. എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഡയറ്റീഷ്യൻ കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്കങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇങ്ങനത്തെ ഇപ്പം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സംഗതികളൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഫുഡിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ എനിക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫുഡ് കഴിച്ചു തീർത്തു. ആക്ച്വലി ഈ പറയുന്ന ഗീറ്റിൽ ഒന്ന് കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് ചോറായിട്ട് ഭയങ്കര വ്യത്യാസം തോന്നില്ല കേട്ടോ. നമുക്ക് എല്ലാ വിഭവങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊരു ഫ്ലോക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് പോയതായിരുന്നു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്താ ഞാൻ ഇവിടെ പറയാമെന്ന് ആലോചിക്കുകയായിരുന്നേ. വിഷ്ണുവിനെ കല്യാണം കഴിച്ച് വിഷ്ണുവിൻ്റെ ഒപ്പം ലൈഫ് ഷെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ പേഴ്സണാലിറ്റിയിലും എൻ്റെ ലൈഫ് ഞാൻ നോക്കി കാണുന്ന പേഴ്സ്പെക്റ്റീവിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻ എ ഗുഡ് വേ. ഞാൻ മോശം ഒരാളായിരുന്നു എന്നല്ല, പക്ഷേ ഞാനൊരു ബെറ്റർ പേഴ്സൺ ആയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ ഒപ്പം കൂടിയിട്ട് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം മാറ്റം വന്നത്, പക്ഷെ ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങളാണ് പിന്നീട് എനിക്ക് തോന്നാറുണ്ട്. ചില റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുന്നതിടയിൽ 1-2 റീൽസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നേ. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് എപ്പോഴും പാത്രം കഴുകി തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ. അത് ആക്ച്വലി തിരിച്ചായിരുന്നു എൻ്റെ കേസിൽ. ഞാൻ കഴിക്കുന്ന പാത്രം നിർബന്ധമായി ഞാൻ തന്നെ കഴുകണം എന്നുള്ള അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടൊന്നും അല്ല, പക്ഷെ എന്തോ ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ വിഷ്ണുവിനെ ഞാൻ എന്നോട്ട് പരിചയപ്പെട്ടോ അന്നോട്ട് വിഷ്ണു ഇപ്പോൾ ഏത് വീട്ടിലാണെന്നുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം
പാത്രം നമ്മുടെ വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നതും അതേപോലെ ആ പാത്രം കഴുകി വെക്കുന്നതും നമ്മൾ തന്നെ ആയിരിക്കണം എന്ന് വിഷ്ണുവിൻ്റെ നിർബന്ധം കണ്ടപ്പോഴാണ് അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാനും ഇപ്പോൾ അത് ചെയ്തു തുടങ്ങിയത് കേട്ടോ. വളാഞ്ചേരി കോഴിക്കോട് വീട്ടിലൊന്നും മാത്രമല്ല നമ്മൾ ഏതൊരു വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിലും വിഷ്ണുവിൻ്റെ പാത്രം കഴുകി വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ പല കാര്യങ്ങളും ഇങ്ങനെ ലൗഡായിട്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അത്ര ലൗഡ് ആവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതും കൂടെ എനിക്ക് വിഷ്ണുവിൻ്റെ ഒന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. വിഷ്ണു ഇപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ആക്ഷൻസ് ആണെങ്കിലും പലതും ചെയ്ത് കാണുമ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛനമ്മമാർക്കൊക്കെ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ കൂടുതൽ കിച്ചണിൽ കയറി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതും കുക്ക് ചെയ്ത് വെക്കുന്നതും ഒക്കെ എനിക്ക് വിഷ്ണുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന അങ്ങനത്തെ ഒരു മാറ്റം വിഷ്ണു കാരണം ഇങ്ങനെ രണ്ട് ഫാമിലിയിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത്രയേ ഉള്ളൂ. വീട്ടിൽ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് മൊത്തം സൈലൻസ് ഉള്ളൊരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയും അച്ഛനും എല്ലാവരും കിടന്ന് ഉറങ്ങിയായിരിക്കും. മുന്നേയൊക്കെ ഞാൻ രോഹിത്താണെങ്കിൽ TV കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടായിരിക്കും, അമ്മമ്മയും വലിയച്ഛനൊക്കെ ഉറങ്ങുന്നുണ്ടായിരിക്കും. ആ ഒരു സൈലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരാളെ കാണാൻ പോകണം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. സ്വാലിഹ് എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. പുള്ളി ഇവിടെ വളാഞ്ചേരി തന്നെയാണ്, കറയക്കാട് എന്ന് പറയും. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം നാട്ടിൽ വരുന്ന സമയത്ത് പുള്ളീനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പുള്ളീനെ കാണുന്ന പുള്ളിക്കൊരു ബുദ്ധിമുട്ടാവുമോ, പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയാത്തത് കാരണം നാട്ടിലെത്തിയിട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി എവിടുന്നോ നമ്മുടെ നാട്ടുകാരല്ലേ അച്ഛൻ്റെ നമ്പർ ഒപ്പിച്ചിട്ട് അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചു. നമുക്കൊന്ന് കാണാൻ പറ്റുമോ, പുള്ളിയും മക്കളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ കാണാൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം ചെയ്ത് കാരണം ഞാൻ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് അങ്ങോട്ട് കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പുള്ളി വീട്ടിലുണ്ടെങ്കിൽ പുള്ളീനെ ഒന്ന് പോയി കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കുറച്ച് കാലമായി ഇന്ന് വരാം നാളെ വരാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളി 95% ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ സ്കോപ്പ് കണ്ടുപിടിച്ച് പുള്ളിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് അവിടുന്ന് ഏൺ ചെയ്ത് ഭാര്യയും 2 മക്കളെയും നോക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ ഒരു വീടും വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്രയും ഹ്യൂജ് റെസ്പെക്റ്റാണ് പുള്ളിയുടെ അടുത്തുള്ളത്. വളരെ ലിമിറ്റേഷൻസ്, ചില കുഞ്ഞു ലിമിറ്റേഷൻസ് നമുക്ക് പലർക്കും ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനുള്ള റീസണിങ് ആണ് കണ്ടുപിടിക്കുക. പക്ഷേ ഒന്നും ഒരു പ്രശ്നമില്ലാതെ പുള്ളിക്ക് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് ആ ഫീൽഡിൽ പുള്ളി വർക്ക് ചെയ്ത് ഏൺ ചെയ്ത് ഇപ്പോൾ പുള്ളി 2 ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തേൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബിസിനസ്സും അതേപോലെ ബിരിയാണി മസാലകൾ കൊടുക്കുന്ന ഒരു ബിസിനസ്സും പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഫാമിലിനെ നന്നായി നോക്കുക, സ്വന്തമായിട്ടൊരു വീട് വെക്കുക എന്നുള്ളൊക്കെ കാര്യം ചെയ്യുന്ന ഒരാളടുത്ത് റെസ്പെക്റ്റ് ഒന്നും പറഞ്ഞാൽ പോരാ, അതിലുപരി ആണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണണം. വീഡിയോ എടുക്കണോ വേണ്ടേ എന്നുള്ളത് എന്നും ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ പുള്ളിക്ക് ആക്ച്വലി വീഡിയോ എടുക്കണം എന്നുള്ളത് പുള്ളിയുടെ ഒരു ആവശ്യം പോലെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അല്ലെങ്കിൽ ഞാനിപ്പോൾ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ കൂടെ കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് പുള്ളി എത്തുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതൊരു സഹായമായിരിക്കും. അതുകൊണ്ടൊരു വീഡിയോ എടുത്തിട്ട് പുള്ളീനെ ചെറുതായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി ഉപയോഗിച്ച വാക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നൊരു സഹായമല്ലേ പുള്ളി ചോദിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ലിമിറ്റിൽ കൂടുതലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിമിലർ വീഡിയോ ഞാൻ ഒരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ശ്യാമിനെ ആയിരിക്കും കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത്. അതിനുശേഷം ഇന്ന് ഞാൻ സ്വാലിഹ് വളാഞ്ചേരി എന്ന് പറയുന്ന ഒരാളെയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം എല്ലാവർക്കും പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇന്ന് രാവിലെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു സ്കെഡ്യൂളായിരുന്നല്ലോ. അപ്പോൾ ഇരുന്ന് കുറച്ച് നേരം ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് ഇപ്പോൾ കുറേ ആയി TV കണ്ടിട്ട് എപ്പോഴും ഈ മൊബൈലിൽ ഇരുന്ന് തോണ്ടുന്ന പരിപാടിയുള്ളൂ. അതൊന്ന് കുറച്ച് കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നൊരു നല്ല മൂവി കാണാനായിട്ട് പോയി കുറച്ച് നേരം ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. ഇപ്പം എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. എൻ്റെ
കല്യാണത്തിന് മുന്നേ ഞാനിങ്ങനെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ ആലോചിച്ച് എനിക്കങ്ങനെ ആലോചിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഞാനും വിഷ്ണുവും പല കാര്യങ്ങളിലും രണ്ട് സ്വഭാവം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, വിഷ്ണുവിന് ഒട്ടും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിഷ്ണു കമ്പനി തന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും ചിന്തിക്കാനുള്ള സ്കിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയി തോന്നുന്നു. വിഷ് പോവല്ലേ? ജോലിയുടെ ഇടയിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് പുറത്തു പോയിട്ട് ഒരാളെ കണ്ടുവരാം. ഞാൻ ഇന്നലെ തൊട്ട് ചോദിക്കല്ലേ. ആ പോവാം. അമ്മ ജിം പോണല്ലോ. മടിച്ചി അമ്മ ടെൻഷനായോ? ആർക്കും ഇതൊരു വിലയില്ലല്ലോ. ഹേ യൂഷ, യൂഷ ചായ കുടിക്കണോ? ഈവനിങ് ഇവിടെ ക്രാക്കർ കഴിക്കാറുണ്ട് അല്ലേ? ഇവിടെ ക്രാക്കർ ആണോ അത്? ഗുഡാണോ ക്രാക്കർ? പാല് കുടിച്ചു, ക്രാക്കർ കഴിച്ചു, നമ്മൾ ചായ കുടിക്കുമ്പോ അല്ലേ? ഈവനിങ് സ്നാക്ക് ടൈമിലാണ് യുവി. ഹൈ ഫൈ ഹൈ ഫൈ ഹൈ ഫൈ യൂഷ, ഹൈ ഫൈ. കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹൈഫൈന്ന്. ഇങ്ങനെ സ്പെഗറ്റി കഴിക്കുക കാണിച്ചു കൊടുക്കൂ. കിട്ടണില്ലെന്ന് ഒരൊറ്റ. എങ്ങനെ യൂഷ കഴിക്കുക? അവൻ വലിച്ചെടുക്കും അത് കണ്ടോ, നോക്ക്. ഗുഡ് ബോയ് യൂഷി. കയ്യിലൊക്കെ സ്പെഗറ്റിയാ. എന്താ മറ്റേ നോക്ക്, ബാൻഡ് പോലെ ഇട്ടിക്കുക ചുറ്റിട്ട്. യൂഷയ്ക്ക് ആരത് പഠിപ്പിച്ചെന്ന്? പോവാം. ഞാൻ ഇന്നലെ വാങ്ങിയൊരു ചുരിദാർ ഉണ്ടായിരുന്നേ, അത് ഇവിടെ ചേച്ചിയുടെ അടുത്ത് ഒരു ചേച്ചിയുണ്ട് ഇവിടെ ഓൾട്ടർ ചെയ്യുന്ന. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കട്ടെ. യൂഷ വരുന്ന ഓൾട്ടർ ചെയ്യാൻ? ഉമ്പച്ചി വരുന്നുണ്ടോ? നമ്മളങ്ങനെ അടിക്കാൻ കൊടുത്തു. ഈ കാണുന്നതാട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മദ്രസ. അതാണ് ആ കാണുന്ന ഗേറ്റ് ഇല്ലേ, അതാണ് എൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ദഫ്മുട്ടിൻ്റെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടേ. അമ്മയ്ക്കാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും നമ്മുടെ സ്റ്റുഡൻസാണ് അല്ലേ? എവിടെ നമ്മൾ പോയാൽ അവിടെ നമ്മുടെ സ്റ്റുഡൻസാണ്. 32 കൊല്ലം എക്സ്പീരിയൻസ് ടീച്ചറോട് പറഞ്ഞിരിക്കുന്നത് 34. വെല്ലച്ചന് 31 ഉള്ളൂന്ന്. വെല്ലച്ചൻ ഇന്നലെ പറയണ്ടായി 31 ഉള്ളൂന്ന്. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇനി പറയരുത് 34 കൊല്ലം 34 കൊല്ലം. ഞങ്ങൾ പോയിട്ട് വരാം അമ്മ കേട്ടോ. വിഷ്ണു ഇവിടെ വായോ. മുറ്റത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മുന്നത്തെ കഥ പറയാൻ തോന്നും. ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുമായിരുന്നു കേട്ടോ, ഇവിടെയാണ് പച്ചീരി അമ്പലം വരുന്നത് ആ സൈഡിൽ. അപ്പോൾ അമ്പലത്തിൽ നിന്നുള്ള പാട്ടുണ്ടായിരിക്കും വൈകുന്നേരം. രാവിലെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക. ആ ജനലിൻ്റെ അവിടെ അടുക്കളയിലില്ലേ അമ്മ പണിയെടുക്കുമ്പോൾ അവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ മദ്രസയിൽ നിന്നുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ രാവിലെ ഇരിക്കുക. അപ്പോൾ രാവിലെയും വൈകുന്നേരം ആ 2 സമയവും ഒന്നാമത് വെയിലും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരിക്കില്ലല്ലോ, നല്ലൊരു അന്തരീക്ഷമായിരിക്കും. ഒപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ പ്രാർത്ഥനകളും അമ്പലത്തിൽ നിന്നുള്ള പാട്ടും എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമായിരുന്നു. നമുക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ മദ്രസത്തെ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് പഠിക്കുമ്പോൾ എനിക്ക് എന്നിട്ട് അറിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഞാൻ പറയുന്ന വേർഡ്സ് ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ ബാക്കിയില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം പറയാറിയാം. അമ്മയ്ക്കും അറിയുണ്ടാവില്ലേ? നാളെ ഉച്ചയ്ക്ക് നമുക്ക് മുരിങ്ങയിടല താളിപ്പാണ്. അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, മറ്റേ കഞ്ഞിവെള്ളത്തിൽ ഒരു കഷ്ണം പച്ചമുളകും കൂടെ കീറിയിട്ട് മുരിങ്ങയിടല ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് മുരിങ്ങയിടല പറിക്കാൻ പോകട്ടെ അമ്മ. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഫസ്റ്റ് നാരങ്ങയുടെ മരമാണേ. ഞാൻ അന്നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ അങ്ങോട്ട് മുകളിൽ കയറി കാണിച്ചു തരാട്ടോ. തെരച്ചിൽ കുഞ്ഞിരാമൻ തെരയിലി. വിഷ്ണുവിൻ്റെ ജീവിതത്തിൻ്റെ പകുതി സാധനങ്ങൾ തിരഞ്ഞാൽ പോകണം. അമ്മ കുറച്ച് വിഷ്ണുവിനെ ഉപദേശിക്കും അമ്മ. ഇപ്പോൾ പേഴ്സ് കാണാനില്ല, കുറച്ച് ഞാൻ ഫോൺ കാണാണ്ടാവില്ല. അമ്മ മരുമോനായി പോയി 4 വർത്താനം പറഞ്ഞത്. അഭിപ്രായത്തിലുണ്ടല്ലോ,
നമ്മളിപ്പോൾ ഞാനും വിഷ്ണു ആണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വിഷ്ണു 2 ആഴ്ചയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിന് അധികം അമ്മയ്ക്ക് പരിചയപ്പെടാനുള്ള അവസരം ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ നെതർലൻഡ്സിൽ വന്ന് നിൽക്കുന്ന സമയം വരെ അമ്മ ഫോൺ വിളിക്കുമ്പോൾ എന്നോട് പറയായിരുന്നു എനിക്ക് ഭയങ്കര മടിയാണ് എന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ടോൺ മാറ്റി. എനിക്ക് 2 പേർക്കും മടിയാണ്. ലൈക്കാ വിഷ്ണുവിനെ മടി കൂടുതൽ? എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ 2 പേരും മടിയുള്ള ആൾക്കാരല്ല. പക്ഷെ അമ്മടി അച്ഛൻ്റെ അത്ര പ്രൊവാക്റ്റീവ് അല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പുറത്ത് ദഫ്മുട്ടിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കേണ്ട ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ ബാക്കിൽ. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറേക്കാടാണ് സ്വാലിഹിൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടന്ന് വിളിക്കണം, എനിക്കറിയില്ല കേട്ടോ പ്രായം, അതുകൊണ്ടാണ് ഞാൻ പേര് പറയണേ. അപ്പോൾ സാലിഹ് വളാഞ്ചേരി എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അമ്മ കാണാറുണ്ടായിരുന്നു ഒന്ന് മുന്നേ വീഡിയോസ് അല്ലേ? കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാം. വളാഞ്ചേരി നല്ല ബ്ലോക്കുള്ള സമയം കേട്ടോ. പക്ഷെ നമുക്ക് സെന്ററിൽ കൂടെ തന്നെ പോകേണ്ടി വരും തോന്നുന്നു. എന്താ എന്തായാലും ഓ ശരി, മാക്സി റോഡിലാണ്. ശരി, വളാഞ്ചേരിയിലൊക്കെ നന്നായിട്ട് കോഴിക്കോടുകാരന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറയുക, ആദ്യം നമ്മൾ മാക്സിലൊന്ന് പോയിട്ട് മക്കൾക്കും അതേപോലെ തന്നെ പുള്ളിയുടെ വൈഫിനും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, ഒരു ഡ്രസ്സ് പോലെ എന്തെങ്കിലും. അതിനുശേഷം ചോക്ലേറ്റ് വാങ്ങിക്കണ്ടല്ലോ. നമ്മൾ ചോക്ലേറ്റ് പിള്ളേർക്ക് കൊടുക്കാത്തപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗിഫ്റ്റ് ചെയ്യുന്നത് ശരിയല്ല അല്ലേ? അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് പോലത്തെ എന്തെങ്കിലും സംഗതി കൂടെ വാങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എനിക്കിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏകദേശം ഒരു ധാരണയിലാണ് ഞാനിപ്പോൾ ഡ്രസ്സിൻ്റെ സൈസൊക്കെ നോക്കിയെടുക്കുന്നത്. മക്കളുടെ പ്രായം ഏകദേശം അറിയാം, അപ്പോൾ അത് വെച്ചിട്ടും കൂടെ. പിന്നെ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല ബട്ടർ കുക്കീസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ 1-2 കുക്കീസും ബാക്കി ഇങ്ങനത്തെ കുറച്ച് ബോക്സസും എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പോണത്. ഇനി ഒരു 6 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തുമായിരിക്കും, അല്ല എത്തും. ഇതാണ് കേട്ടോ വീട്. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വീട് കണ്ടുപിടിക്കാൻ. കാരണം നമ്മൾ എത്തുന്ന സമയം ഏകദേശം ആകുമ്പോഴേക്ക് വിളിച്ച് വഴി തെറ്റിയില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടും തന്നെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കാറ് പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരികയെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാനിവിടെ നിന്ന് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴെനിക്ക് മെസ്സേജ് അയക്കും ഒക്കെ ചെയ്തത്. എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുണ്ടോ? പ്രേക്ഷകർക്ക് പറയാതെ മലയാളി എന്ന വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. നല്ല ഇഷ്ടമാണ് ആ വീഡിയോ. പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗാണ് ഞാൻ കൂടുതലായിട്ട് കാണാറുള്ളത്. പക്ഷെ തളിമലയാളിയുടെ വീഡിയോ കാണുമ്പോഴും നമ്മൾ സ്വന്തം നാടായ വളാഞ്ചേരിയിലാണ് ഇവരെ വീട് നമുക്കറിയില്ലായിരുന്നു. ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഇന്ന് വളാഞ്ചേരി പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇന്ന് എൻ്റെ വീട്ടിൽ വളാഞ്ചേരി പോകുന്നത്. അത് കേട്ടൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്ത് എല്ലാ വീഡിയോ തപ്പി പിടിച്ച് വളാഞ്ചേരി എവിടെയെന്ന് മനസ്സിലായി. അതെ, ഇന്ന് കാണാൻ പറ്റി. എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം. തനിമലയാളി എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും എല്ലാം സപ്പോർട്ട് ചെയ്യാം. ഞാൻ താഴെ കൊടുക്കാം ഇൻസ്റ്റാഗ്രാം ചാനലും യൂട്യൂബ് ചാനലും. അപ്പൊ എല്ലാരും ഒന്ന് കേറിയിട്ട് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ തേനാണിത്. അതെ, എന്റെ മോന്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാരും ഓരോ തേന് വാങ്ങി ഇതിന് നമ്പർ കൊടുത്താൽ മതി. ഞാൻ നമ്പർ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്താൽ മതി. അപ്പൊ നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താല് നമ്മള് തേൻ എത്തിച്ചു തരും. അപ്പൊ എല്ലാരും തേൻ വാങ്ങി സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. എനിക്കിന്ന് ഇവിടെ വരാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ലൈഫിൻ്റെ വേറെ തന്നെ ഒരു പേഴ്സ്പെക്റ്റീവ് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കും തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം എംബീഷ്യസ് ആയിട്ട് നമുക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളെ ഇത്രയും ക്ലോസ് ആയിട്ട് കണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അവരുടെ ആഗ്രഹങ്ങളൊക്കെ തിരിച്ചറിയാനും ഒക്കെ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പം നമുക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല വെൽക്കമിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഫീൽ ഗുഡായിരുന്നു ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ മിനിറ്റിലും. നമുക്കിങ്ങനെ ചില ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാരെ നമുക്ക് നല്ല എനർജി കിട്ടും. ചില ആൾക്കാരെ സംസാരിച്ച് തരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സും ഒക്കെ തോന്നും. ഇവിടെ പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അല്ലേ? അതെ, പുള്ളിയോട് സംസാരിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി ഭയങ്കര ലൈഫിനെ പറ്റി ഭയങ്കര ആംബിഷ്യസ് ആണ്. പുള്ളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഭയങ്കര പുള്ളിക്ക് ആഗ്രഹങ്ങൾ അത് നടക്കും അല്ലെങ്കിൽ നടത്താൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. പുള്ളി അതിൻ്റെതായ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവായിരുന്നു സംസാരിക്കാൻ. അല്ലാതെ നമുക്കൊരു എന്താ പറയാ, അയ്യോ അങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ പുള്ളിക്ക് എന്നൊന്നും നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരുപാട് നമുക്ക് പുള്ളിയുടെ കണ്ടു പഠിക്കാനും
ഉണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും ലൈഫില് എന്താ പറയാ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയെ അങ്ങനെയൊക്കെയാ. അങ്ങനെയല്ല, ഉള്ളതിൽ എത്ര ഹാപ്പി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. പുള്ളിക്ക് സ്വിറ്റ്സർലാൻഡ് വരണം, ദുബായിൽ പോകണം, പുള്ളി വീട് പണി ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ ഭയങ്കര കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടും പുള്ളി ഒരിക്കലും എന്താ പറയാ ആരെങ്കിലും പുള്ളിനെ ഇങ്ങോട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പുള്ളി ആക്ച്വലി വീട് പണിയുടെ ഭാഗമായിട്ട് ഒരു സഹായത്തിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. കാരണം സഹായം ചോദിച്ചിട്ടല്ലല്ലോ, പുള്ളി പണിയെടുത്തിട്ടല്ലേ അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വെരി മോട്ടിവേറ്റിംഗ് അല്ലേ, ഭയങ്കര. പിന്നെ അതേപോലെ തന്നെ പുള്ളി പറയുമായിരുന്നു സ്വിറ്റ്സർലാൻഡൊക്കെ പുള്ളിയുടെ ഒരു ജീവിതാഭിലാഷമാണ് അവിടെ വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ ജീവിതത്തിൽ പലരും പല സാഹചര്യങ്ങളിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലരുടെയും ഭയങ്കര ആഗ്രഹങ്ങളാണല്ലോ. ഇപ്പൊ എന്റെ പല വലിയ വലിയ ആഗ്രഹങ്ങളും വേറെ പല ആൾക്കാർക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലേ. പക്ഷെ ഓൾ ടുഗെദർ അമേസിങ് പേഴ്സൺ അല്ലേ. എനിക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയാൽ വളരെ നല്ലൊരു ഫീലിംഗ് ആണ് ആർക്കും കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് മാത്രമായിരിക്കില്ല. നമ്മൾ വരുമ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ച് ഭയങ്കര വെൽക്കമിങ് ആയി, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു സെക്കൻഡ് പുള്ളി നിർത്തുണ്ടായിരുന്നില്ല. സംസാരിച്ചും കൊണ്ടേ ഇരുന്ന് നമ്മളെ എന്റർടൈൻ ചെയ്ത് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഞാൻ വിഷ്ണുവിനെ ബ്രേക്ക് ചെയ്തു. ഞാൻ അതിൽ ഇമോഷനിൽ പെട്ടുപോയിട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും വന്നതില് നമുക്ക് സന്തോഷല്ലേ. നമ്മള് തിരിച്ച് വീട്ടിലെത്തി. ഈ വയറും ഒരു സുഖമില്ല കേട്ടോ. വയറ് കിടന്ന് ഇങ്ങനെ സാമ്പാറൊക്കെ തിളയ്ക്കുന്ന പോലെ തിളച്ചോണ്ടിരിക്കുന്നു. വല്ല കഞ്ഞിയും കുടിച്ച് കിടക്കട്ടെ. നമ്മുടെ കറിക്ക് ഇത്രയും കാലമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുമായിരുന്നു. തക്കാളി ഉപ്പിട്ടിട്ടാ അത് സുഖമില്ല. അത് ശരി, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് ഉള്ളി നല്ലോണം വഴണ്ടി വന്ന് അതിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇടുക. അപ്പൊ അതാണ് മിസ്സിങ്. ഞാൻ ഇത്രയും കാലം കറക്ഷൊക്കെ അറിയണ്ടായിരുന്നു, അതാണ് പ്രശ്നം. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയൂ ഗുഡ് നൈറ്റ്. പറയൂ, കമോൺ, 1 2 3 സ്റ്റാർട്ട്. പറയൂ പറയൂ. എന്നാ അമ്മ പറയൂ. തനി മലയാളി ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പറയൂ പറയൂ അമ്മ നമ്മുടെ വാക്കിൽ പറയൂ. തനി മലയാളി ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഗുഡ് നൈറ്റ് അല്ലേ. ഗുഡ് നൈറ്റ് എന്ന് പറയൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ അങ്ങനെ ഗുഡ് നൈറ്റ് പറയും. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കാണാട്ടോ. ബൈ.